അപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ കൊണ്ടൊരു യാത്ര പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൊണ്ട് നമ്മളങ്ങനെ ഒരു ആലപ്പുഴ ട്രിപ്പ് അങ്ങനെ അടിച്ചു. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആലപ്പുഴയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ മാരേജ് ആയിട്ട് നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് ആലപ്പുഴയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വലപ്പാട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇന്നും നാളെ ഇവിടെ ആലപ്പുഴയിലുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിപ്പോൾ ജോൺസൺസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം സ്റ്റേയിലാണുള്ളത് ആലപ്പുഴയിൽ. സോ ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ആലപ്പുഴയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. ഇത് booking.com നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ആലപ്പുഴ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഇന്ന് രാത്രിയും നാളെ പകലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണേ, നമ്മൾ എവിടെ നിന്നൊക്കെ ഇവിടുത്തെ അടിപൊളി ഫിഷൊക്കെ എവിടെ നിന്ന് ട്രൈ ചെയ്യണേ, ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മാലയും കമ്മലൊക്കെ ഉണ്ടല്ലോ, അതെൻ്റെ ഫ്രണ്ട് ആരുണ്ട് ചാർമി കളക്ഷൻ എന്നുള്ള പേജിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ലുക്കിൻ്റെ കൂടെ ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാ എനിക്ക് തോന്നുന്നു എല്ലാ ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ പോകുന്ന ഒരു ജ്വല്ലറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാർമി കളക്ഷൻസ് ഇൻസ്റ്റയിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. ഞാൻ പേജ് മെൻഷൻ ചെയ്യാം. ഓക്കെ. 4 പേർക്ക് ആകെ ആയത് 2500 പെർ നൈറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിത്ത് പൂൾ അത് നല്ലൊരു ഡീൽ തന്നെയാണ്. റൂം ബേസിക് ആയിരുന്നു, ഒരു ബാത്റൂം, പക്ഷേ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡൊക്കെ സ്പേഷ്യസ് ആയിരുന്നു. പക്ഷേ വേറെ ഒന്നിനും അങ്ങനെ സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഒരു നൈറ്റിന് അത്ര ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഓക്കെയാണ്. പക്ഷെ പൂളായിരുന്നു ബെസ്റ്റ് പാർട്ട്. അതിന് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല പൂളിൽ. ഇഷ്ടംപോലെ സ്ഥലമുള്ള പൂളായിരുന്നു. നമ്മൾ 4 ആൾ അത്യാവശ്യം അത് മുതലെടുത്തിട്ടുണ്ട്. ഹോം സ്റ്റേ ഉണ്ടല്ലോ, ജോൺസൺ ഹോം സ്റ്റേ. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ എന്തോ ദൂരെ, 4 മിനിറ്റ് കാറിൽ വന്നപ്പോൾ ഇവിടെ ബീച്ചിൽ ഓഷ്യൻ ഷാക്ക് എന്നുള്ള കഫേയിലാണ് വന്നിട്ടോ. അടിപൊളി ഫുഡും ആംബിയൻസും ഒരു രക്ഷയില്ല. നമ്മൾ കപ്പ ബീഫ്, പ്രോൺസ്, പൊറോട്ട, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പ്രോൺ തവ റോസ്റ്റ് അടിപൊളിയായിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് പോയി ഇരുന്ന് ചില്ല് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കാർഡ്സൊക്കെ കളിച്ചിരിക്കാൻ ആരും ഡിസ്റ്റർബും ചെയ്യാൻ പറ്റില്ല. കുറേ ഫോറിനേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കാർഡൊക്കെ കളിച്ച്. അപ്പോൾ പലപ്പോഴായിട്ട് ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്കൊരു 1000 രൂപയാണ് ആയത്. റീസണബിൾ പ്രൈസും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് പിന്നെയും ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ പൂളിൽ കളിച്ചിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം പാക്ക് ചെയ്തിട്ടിട്ട് നമ്മളൊരു റൈഡ് പോയി. ആലപ്പുഴ ഒന്ന് ചുറ്റി കാണണമല്ലോ. അങ്ങനെ നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള റോഡുകളാട്ടോ. എന്നുവെച്ചാൽ ചുറ്റും പാടങ്ങളും കായൽ അങ്ങനെ എന്തൊക്കെയായാലും ചുറ്റും ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളൊരു റൈഡ് പോയിട്ട് മാധവാസ് എന്നൊരു കള്ള് ഷാപ്പ് ഗോപൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നു. അവിടേക്ക് പോയിട്ടോ. വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കായൽ കരയിലുള്ള കള്ള് ഷാപ്പൊക്കെ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് മുന്തിരിക്കള്ള് വാങ്ങിച്ചു, നാടൻ കള്ള് വാങ്ങിച്ചു. പിന്നെ സീ ഫുഡ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഞണ്ടെടുത്തു, കരിമീൻ എടുത്തു, പ്രോൺസ് എടുത്തു, താറാവ് കറി എടുത്തു. പിന്നെ സൈഡായിട്ട് കഴിക്കാനായിട്ട് നമ്മൾ കപ്പയും അപ്പമാണ് പറഞ്ഞിരുന്നത്. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ സുഖമായിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാർഡൊക്കെ കൊണ്ടാണ് പോരുന്നത്. അതിനുശേഷം നമ്മളൊക്കെ സൈഡാക്കിയിട്ട് ഫുഡിലായിരുന്നു കോൺസെൻട്രേഷൻ. അപ്പം നമ്മളുണ്ടല്ലോ ഇപ്പോൾ ആലപ്പുഴയിൽ ഷിക്കാര റൈഡിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 hours റൈഡ് എടുത്തേക്കുന്നത്. പെർ അവർ 1000 rupees. നമ്മൾ ജസ്റ്റ് 4 പേരുള്ളൂ. നമുക്ക് ഇനഫ് സ്പേസ് ഉണ്ട്, ചില്ല് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട എക്സ്പീരിയൻസ് ആട്ടോ. ഹൗസ് ബോട്ടൊക്കെയാണ് ഇനിയും ഹയർ കോസ്റ്റ് ആയിരിക്കും. എന്തായാലും പെർ പേഴ്സൺ 2000 ഒക്കെ മിനിമം ആകുമായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം തോന്നിയില്ല. നമുക്ക് എന്തായാലും ഇന്നലെ തിരിച്ചു പോകും നമ്മൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആലപ്പുഴയുടെ ഏറ്റവും ഭംഗി അറിയാനായിട്ട് എന്തായാലും ഈ ഒരു റൈഡ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ആലപ്പുഴ വരാനായിട്ട്. അത്രയായിട്ട് നമ്മളിപ്പോൾ കയറിയിട്ട് തന്നെ ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഭംഗിയും പിന്നെ ആ ഒരു എക്സ്പീരിയൻസും നമുക്ക് ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഭയങ്കര സുഖം ഇങ്ങനെ ഇരുന്ന് പോകാനായിട്ട്. ചുറ്റും വെള്ളവും നിറച്ച് ഹൗസ് ബോട്ടും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ലോക്കൽസും എല്ലാവരും മീൻ പിടിക്കാൻ നിൽക്കുന്നതും അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈവനിങ് ആയിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഞങ്ങളിപ്പോൾ 4 മണിക്ക് വന്നത്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എന്നും ആലപ്പുഴ ഒന്ന് കാണണം, ബോട്ടിങ്ങിന് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ആലപ്പുഴയുടെ സൗന്ദര്യം കണ്ടപ്പോൾ നമ്മൾ നോവലിലൊക്കെ വായിക്കുന്ന പോലെ ആ സൗന്ദര്യം മുഴുവൻ ആലപ്പുഴയിലുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നന്നായി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ എത്ര ആസ്വദിച്ചാലും അത് മതി വരില്ല. അതേപോലെയാണ് നമ്മുടെ ബോട്ടിങ്ങും ചുറ്റുവട്ടമുള്ള യാത്രകളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇത്രയും മനോഹരമായ സ്ഥലത്ത് കൂടെയുള്ള യാത്ര എല്ലാവർക്കും ആസ്വദിക്കാവുന്നതും
മനസ്സിന് വളരെ കുളിർമ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് ബോട്ട് യാത്ര. അത്രയ്ക്കധികം ബോട്ടിൽ യാത്ര ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും ജനങ്ങൾ ഇത്രയും നന്നായിട്ട് ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രായക്കാരും യാത്ര ചെയ്യുന്നുണ്ട്. ഈ കായലിന്റെ നടുക്ക് വെച്ച് ഒരു ചായക്കടയിൽ നിന്ന് ഒരു നല്ല ചൂട് ചായയും പഴംപൊരി ഉണ്ടെങ്കിൽ പഴംപൊരി ഇങ്ങനെ കഴിക്കിയ ഒരു വൈബല്ലേ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇപ്പോൾ പോണത്. അപ്പോൾ നല്ല നമ്മുടെ ചേട്ടൻ ചായക്കട കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്തത് കാണാം.